തെരഞ്ഞെടുപ്പ് രൂപം ഇവിടെ തന്നെ അതിനായി പ്രത്യേകിച്ചിരിക്കുന്ന പദ്ധതി സ്ഥാപിക്കുന്നതായിരിക്കും. അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള അവസരമുണ്ടായിരിക്കും. ഉടൻ തന്നെ സൂര്യവിള ജോസഫ് ഫൗണ്ടേഷൻ നമ്മുടെ ഇടവേക്കായി പണികഴിക്കുന്ന തിരുകുടുംബത്തിൻ്റെ ഗുരുസരിയുടെ കല്ലിടിയിൽ കർമ്മം ഉടൻ തന്നെ നടക്കുന്നതാണ്. ശ്രദ്ധിക്കുക. പുതിയ പ്രസിഡന്റിനെ എഴുന്നള്ളിച്ചതിന് ശേഷം പിടിമുഴ CJD ഫൗണ്ടേഷൻ, സൂര്യവിള ജോസഫ് ഫൗണ്ടേഷൻ നമ്മുടെ ഇടവേക്ക് വേണ്ടി പണികഴിപ്പിക്കുന്ന തിരുകുടുംബത്തിന്റെ ഗുരുസരിയുടെ കല്ലിടിയിൽ കർമ്മം ഇവിടെ നടക്കുന്നതായിരിക്കും. അതിനുശേഷം സൂര്യവിള ജോസഫ് മുതലാളി ഒരുക്കിയിരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഏവരും ചേർന്നുള്ള സ്നേഹവിരുന്ന് നടക്കും. സ്നേഹവിരുന്നിൽ സംബന്ധിക്കാനായി ഇതിനായി ക്രമീകരിച്ചിരിക്കുന്ന ബന്ധത്തിൽ ഇപ്പോൾ സ്ഥാപിക്കും. തെരഞ്ഞെടുപ്പിൽ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നവർ തിരക്ക് കൂട്ടാതെ ഒറ്റ വരിയായി കടന്നു പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രൂപം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ ദയവായി ശ്രദ്ധിക്കുക. ഒറ്റ വരിയായിട്ട് തെരഞ്ഞെടുപ്പ് രൂപത്തിന്റെ അടിയിലൂടെ കടന്നു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ദയവായി തിരക്ക് കൂട്ടരുത്. നേരെ പ്രത്യേകിച്ച് നിങ്ങളുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ കൈമാസം വരാതെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. ദയവായി ശ്രദ്ധിക്കുക. തെരഞ്ഞെടുപ്പ് രൂപത്തിലൂടെ കടന്നു പോകുന്നവര് കൊച്ചുകുട്ടികളുമായി വന്നിട്ടുള്ളവർ നിങ്ങളുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ കൈമാസം വരാതെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. പുതിയ പ്രസിഡന്റിനെ എഴുന്നള്ളിച്ചതിന് ശേഷം CJD ഫൗണ്ടേഷൻ, സൂര്യവിള ജോസഫ് ഫൗണ്ടേഷൻ നമ്മുടെ ഇടവേക്ക് വേണ്ടി പണികഴിക്കുന്ന തിരുകുടുംബത്തിന്റെ ഗുരുസരിയുടെ കല്ലിടിയിൽ കർമ്മം നടക്കുന്നതാണ്. തുടർന്ന് ഏവരും ചേർന്ന സൂര്യവിള ജോസഫ് മുതലാളിയുടെ സ്നേഹക്കായി കുടുംബാംഗങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഏവരും ചേർന്നുള്ള സ്നേഹവിരുന്ന് നടത്തും. പങ്കെടുക്കുവാൻ ഈ വിശുദ്ധ പുണ്യഭൂമിയിലേക്ക് എത്തുക മുഴുവൻ തീർത്ഥാടകരെ പങ്കെടുത്തിരിക്കുക. തീർത്ഥാടകർ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ തിരക്കുള്ള അവസരമാണിപ്പോൾ. വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈമാറ്റമില്ലാതെ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം. കുട്ടികളുമായി നടക്കുന്നത് കുട്ടികളെ കൈവിട്ടു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വെക്കാൻ
സൈഡ് മാർക്കണേ സൈഡ് മാർക്കണേ അങ്ങനെയില്ല പേര് തരാം പുതിയ പിരിച്ചന്ത്യ വായിച്ചതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ചൂരുള്ള ജോസഫ് മുലാളിയുടെ കുടുംബാംഗങ്ങൾ ഒരുക്കിയിരിക്കുന്ന സ്നേഹപരിമാരം എടുത്തതായിരിക്കും. ഇതെത്തിയിട്ടുള്ള മുഴുവൻ തീർത്ഥാടകർക്കും സ്നേഹപരിതയിൽ സംബന്ധിക്കുവാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുള്ളതാണ്. ഇവിടെ എല്ലാവരും തന്നെ സ്നേഹപരിതയിൽ സംബന്ധിക്കുവാനായി എത്തിച്ചേരണമെന്ന് അറിയുകയും നിങ്ങളുടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സേവനം ആവശ്യമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുമെന്ന് അറിയിക്കുക. തീർത്ഥാടകർക്ക് ആർക്കെങ്കിലും വൈദ്യസഹായം ആവശ്യമായി വന്നാൽ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ തോന്നുകയാണെങ്കിൽ ഇവിടെ ദേവാലയത്തിന് സൈഡിലായിട്ട് കിഴക്ക് വശത്തായിട്ട് വൈദ്യസഹായം ഇവിടെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായാൽ അടുത്തുള്ള വോളണ്ടിയേഴ്സിനെയോ അല്ലെങ്കിൽ അതിന്റെ എയ്ഡ് പോസ്റ്റുമായിട്ട് ബന്ധപ്പെടണമെന്ന് അറിയിച്ചുകൊള്ളുക. ഇതെത്തിയിട്ടുള്ള തീർത്ഥാടകൻ സൗകര്യാർത്ഥം സെയിന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഗോരുമേള വിതരണം നടത്തുന്നുണ്ട്. ദേവാലയത്തിന് പുറംവശത്തായിട്ട് സെയിന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗോരുമേള വിതരണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാസികളും ചേർന്ന് തണ്ണിമത്തൻ ജ്യൂസ് വിതരണം ദേവാലയത്തിന് പരിസരത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട്. കുരിശടിയുടെ ശിലാസ്ഥാപന കർമ്മത്തിന് ശേഷം ചൂരുള്ള ജോസഫ് മുലാളിയുടെ കുടുംബാംഗങ്ങൾ ഒരുക്കിയിരിക്കുന്ന സ്നേഹവിരുന്നിൽ സംബന്ധിക്കുവാനായി തിരക്കുകൂട്ടാതെ വോളണ്ടിയേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തിരക്കുകൂട്ടാതെ
പ്രിയപ്പെട്ട സ്നേഹവിരുന്നിൽ സംബന്ധിക്കുവാനായി സേവാലയത്തെ ക്ഷണിക്കുകയാണ്. ഇരിപ്പിട ഔസേപ്പിതാവിന്റെ പെരുന്നാൾ തീർത്ഥാടന മഹോത്സവത്തിന്റെ സമാപന ദിവസമായി ഇടയ്ക്കിട്ടുള്ള മുഴുവൻ തീർത്ഥാടകരെ വിശുദ്ധന്റെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അടിമ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദേവാലയത്തിന്റെ കിഴക്കുവശത്തുള്ള ഇവിടെ ഒരുക്കിയിരിക്കുന്ന സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദികർ വിശുദ്ധന്റെ നേർച്ച പായസം ആവശ്യമുള്ളവര് നേർച്ച പായസം പ്രത്യേക കൗണ്ടർ വഴി വിതരണം ചെയ്യുന്നുണ്ട്. നേർച്ച പായസം ആവശ്യമുള്ളവര് പ്രത്യേക കൗണ്ടറുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ 20 നേരത്തെ സംഘടിപ്പിക്കുവാൻ ഒരു മിനിറ്റ് ഞാൻ കൊണ്ടുവരാം. നേർച്ചവിളക്കിൽ ജോസെ തിരിഞ്ഞു സഭാസൗഖ്യത്തിന്റെ അടിസ്ഥാനത്തിലായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നിങ്ങളോടുകൂടി. വിലഹീനരായ നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പരിശ്രമങ്ങളിലൂടെ സമാപ്തിയിലെത്തിക്കുവാൻ ദൈവസഹായം കൂടിയേ ചെയ്യും. ഏത് നിമിഷത്തിനുമായി സഹായം അനുഗ്രഹിക്കുവാൻ തനത്തിനായിരിക്കുന്ന ഇരുപിതാവായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ ദുശ്രതയുടെ ശിലാസ്ഥാപന കർമ്മത്തിൽ ഭക്തിപൂർവ്വം പങ്കുകൊള്ളാം. ഈ ദുഃഖത്തിലേക്കുള്ള പെരുമാറ്റത്തിന്റെ യാത്രയിൽ ശ്രദ്ധിക്കുന്ന പേര് സ്ഥാപിക്കുവാൻ പോകുന്ന ഈ ദുശ്ശിയുടെ നിർമ്മാണത്തിന് ഈ ദുശ്ശിയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഫൗണ്ടേഷൻ ആ പ്രമാണങ്ങളാണ്. അവരുടെ പ്രത്യേകമായ പ്രാർത്ഥിക്കുന്നു. ഈ കുരിശിലിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സഭയുടെ വിശ്വാസം സത്യത ബുദ്ധിയുണ്ടായിരുന്നു. ഇതിന് ഏർപ്പെട്ടിരിക്കുന്നവർ പ്രവർത്തിക്കുന്നതിനുള്ള അനുഭവം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ഇതിന്റെ കുട്ടികൾ എത്രയും മാനിക്കുവാൻ നല്ലവരായ നമുക്ക് ഏവർക്കും അനുഗ്രഹം നൽകട്ടെ. പ്രിയ സഹോദരരെ, എൻ്റെ പ്രിയ സഹോദരൻ മരുഭൂമിയിൽ ജനമായി സ്ഥലങ്ങളോട് വസിക്കുവാൻ എനിക്കായി ദേവാലയം നിർമ്മിക്കുന്നതിന് മോശുരാജ്ഞിച്ച കർത്താവായ ദൈവത്തോട് ഈ വിഷയം നിർദ്ദേശിക്കുന്ന അനേകം വിടാന്തരങ്ങളിൽ പുനരാകണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. മനോഹരമായി പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് പ്രവസിക്കുന്നതിനുള്ള അതിയാഗ്രഹത്തോടെ ഈ കുരിശുപണിക്ക് അടിസ്ഥാന സ്ഥാപിക്കുന്നതിന് ഹൃദയാഭാരത്തിൽ വിശുദ്ധീകരിക്കണം. ഈ കുരിശിന്റെ പരിപൂർത്തിയാവുന്ന നിർമ്മലപ്രിയത്തോടെ വിടണം. അങ്ങനെ അനന്തം നമ്മൾ പാടിപ്പെടുത്തുവാൻ ഞങ്ങൾ ഇടയാക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ ഈ മരുഭൂമിയിൽ ഞങ്ങളോട് വസിക്കുവാൻ തരുന്ന സാധനം അങ്ങയുടെ സാന്നിധ്യത്തിൽ നിരന്തരം ജീവിക്കുവാൻ കുറിച്ച് അങ്ങേക്കാൻ ഞങ്ങൾ നിർമ്മിക്കുന്ന ഈ കുരിശിലെ പണികളെ എല്ലാ സൗകര്യങ്ങൾക്ക് പ്രയത്നവേളകളിൽ അങ്ങയുടെ സ്നേഹസംരക്ഷണം അനുഭവിച്ചിരുവാൻ കൃപ നൽകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകലത്തിന്റെ നാഥനായ സകലത്തെയും പിതാവായ ദൈവമേ, നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത സമൂഹത്തോടെ അങ്ങയുടെ സാന്നിധ്യത്തെ നിങ്ങൾ പണിയാരംഭിക്കുന്ന ഈ കുരിശിനെ കാലവിളംബം കൂടാതെ പൂർത്തി
പൂർത്തിയാക്കിക്കൊണ്ട് ഇവിടെ വെച്ച് അങ്ങേക്ക് യോഗ്യമായ ആരാധനാ സ്ത്രീകൾ അർപ്പിക്കുവാൻ ഈ തദ്ദേശവാസികളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധനായ പിതാവേ, ആകാശത്തിലും ഭൂമിയിലും മഹത്വപൂർണ്ണമെന്ന് അങ്ങയുടെ പരിശുദ്ധിയിലും മഹത്വത്തിലും പങ്കുകൊള്ളുവാൻ ഞങ്ങളെ സ്വാധീനിക്കുന്നവരും നിർജീവസ്ഥകൾ കൊണ്ട് ഞങ്ങൾ പണിയാരംഭിക്കുന്ന ഈ കുരിശിൽ ഏക സഹോദരങ്ങളെ പോലെ ഒത്തുചേർന്ന അങ്ങേ ജീവനിൽ പങ്കുചേരുന്ന ഞങ്ങൾ ഓരോരുത്തരും സഭയുടെ സജീവസ്ഥലങ്ങളായി മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, അങ്ങയുടെ മഹത്വത്തിന് അങ്ങേക്ക് ആരാധന സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതിനുമായി ഞങ്ങൾ പണി ചെയ്ത തുടർന്ന ഈ കുരിശിൽ ഞങ്ങളുടെ മേലും അങ്ങേക്ക് പാപം സമർത്ഥമായി ചെയ്യണമേ. ഇതിൻ്റെ പണി പൂർത്തിയാക്കുമ്പോൾ ഞങ്ങൾ സുഖദുഃഖങ്ങൾ നന്നായി പങ്കുവയ്ക്കുവാൻ കൂട്ടായ്മയുടെ ഇവിടെ സമ്മേളിക്കുവാൻ അങ്ങയുടെ പ്രതിതുല്യമായ സ്നേഹപ്രകാരങ്ങൾ അനുഭവിക്കുവാനും ആനന്ദിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന. പ്രപഞ്ചത്തിൻ്റെ പ്രക്ഷാപം നാഥനുമായ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, അങ്ങ് സഭയുടെ മൂലത്തിനും അടിസ്ഥാനമായി നിയോഗിച്ചത് അങ്ങ് നിൽക്കുവാനായ ഈശ്വരനെയാണല്ലോ. അങ്ങ് ശരണം വെച്ചുകൊണ്ട് ഇവിടെ സ്ഥാപിക്കുന്ന ഈ അടിസ്ഥാന ശിലയെ സ്നേഹപൂർവ്വം ആശീർവദിക്കണമേ. ഈ ശിലയെ പണിതുയർത്തപ്പെടുന്ന ശരി അങ്ങനെയുള്ള ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകവും അങ്ങ് സ്നാനത്തിന്റെ അടയാളമായി തീരുമാറാകട്ടെ. ഇതിൻ്റെ പണി പരിസമാപ്തിയിലെത്തിക്കുവാൻ അങ്ങ് ഞങ്ങളോടൊപ്പം ഈ കുരിശടിയെയും ഈ ഇടവക ദേവാലയത്തെയും ജനസമൂഹത്തെയും അങ്ങുമായി പരിസ്നേഹത്തിനും പണിതുയർത്തുന്നു. കർത്താവായ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന. ആമേൻ. എടുക്കാൻ പോയി സൈഡ് ഫോട്ടോ അങ്ങേ ആത്മാവോടും കൂടെ. എടുത്തോ, ഇതിലെവിടെ
ചട്ടികൾ മാറ്റണം. ചട്ടികൾ മാറ്റണം. ഇപ്പോൾ നിങ്ങൾ കണ്ടത് പുതിയ തിരുക്കുടുംബ കുരിശടിയുടെ ശിലാസ്ഥാപന കർമ്മമാണ്. ദൂരമുള്ളത് കണ്ടോണ്ടിരിക്കുക. ദയവായി ശ്രദ്ധിക്കുക. ഇടത്തിലുള്ള തീർത്ഥാടകർക്ക് കുംഭസാരത്തിൽ സംബന്ധിക്കുവാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. വൈദികര് കുംഭസാരക്കൂട്ടിലുണ്ട്. ദയവായി ശ്രദ്ധിക്കുക. കുംഭസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കുംഭസാരക്കൂട്ടിലെടുത്ത് ചെല്ലേണ്ടതാണ്. അതുപോലെ തന്നെ അടിമ സമർപ്പണം, വിശുദ്ധ തിരുനാളിനോടനുബന്ധിച്ചുള്ള അടിമ സമർപ്പണം, അതിന് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന പന്തല് പള്ളിയുടെ കിഴക്ക് വശത്തായിട്ട് അടിമ സമർപ്പണത്തിന് വേണ്ടി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികര് അടിമ സമർപ്പിക്കാൻ അവിടെയുള്ളതാണ്. ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിശുദ്ധ ഔസേപിതാവിന്റെ റോമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പവിത്ര ലേഖനങ്ങളുടെ തിരുശേഷി പരസ്യവണക്കത്തിനായി ദേവാലയത്തിൽ വിശുദ്ധന്റെ തിരുസ്വരൂപത്തിന് സമീപത്താക്കി വെച്ചിട്ടുണ്ട്.